നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വയം പ്രഖ്യാപിത യേശുക്രിസ്തുവായി സ്വയം അങ്ങ് അവരോധിച്ച ഡൊണാൾഡ് ട്രംപിന് AI ചിത്രങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തുള്ളവരും സ്വന്തം പാർട്ടിക്കാരും കത്തോലിക്ക വിഭാഗവും ട്രംപിനെതിരെ ഇളകി ഇറങ്ങിയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ പല തന്ത്രപരമായ അടവുകളും പുറത്തെടുത്ത് ഇറാനെ ഏകദേശം മുട്ടുകുത്തിക്കുന്നതിൻ്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിൽ ട്രംപിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ മറ്റൊരു വഴിക്കൂടെ ട്രംപിൻ്റെ ചില ചെയ്തികൾ അത് വലിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കൂടി വഴിവെക്കുകയാണ്. ഏറ്റവും ഒടുവിലായി മാർപ്പാപ്പയെയും അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ട്രംപ് നടത്തിയതോടെ രാജ്യത്ത് വലിയ വിമർശനങ്ങൾ ട്രംപിനെതിരെ ഉയർന്നു. പിന്നാലെ യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന ഒരു AI ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. പക്ഷേ ഇത് വലിയ രീതിയിൽ ട്രംപിന് തിരിച്ചടിച്ചിരിക്കുകയാണ്. വിഷയം വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയതോടെ സംഭവത്തിൽ വിചിത്രമായ വിശദീകരണവുമായിട്ട് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ തന്നെ ഒരു ഡോക്ടറായാണ് ചിത്രത്തിൽ കണ്ടതെന്നും അത് യേശുവാണെന്ന് കരുതിയിരുന്നില്ല എന്നാണ് ട്രംപിൻ്റെ വാദം. അതായത് ഞാൻ യേശു ക്രിസ്തുവായിട്ട് ചിത്രീകരിച്ചതല്ല, ഞാൻ ഒരു ഡോക്ടറായിട്ട് ചിത്രീകരിച്ചതാണ് ആ ചിത്രമെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നുമൊക്കെ ചില വാദങ്ങൾ നിരത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇയാൾക്ക് നട്ടഭ്രാന്താണെന്ന് അമേരിക്കൻ മാധ്യമങ്ങളും ജനങ്ങളും ഇപ്പോൾ വിമർശിക്കുകയാണ്. വൈറ്റ് ഹൗസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴായിരുന്നു ട്രംപ് വിശദീകരണം നൽകിയത്. കൈകളിൽ നിന്ന് ദിവ്യപ്രകാശം പുറപ്പെടുന്ന രീതിയിൽ വെള്ള വസ്ത്രവും ചുവന്ന ഷാളും അണിഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തുന്ന ട്രംപിനെയാണ് ചിത്രത്തിൽ കാണിച്ചിരുന്നത്. എന്നാൽ ഇത് റെഡ് ക്രോസ് പ്രവർത്തകനായ ഡോക്ടറാണെന്നാണ് താൻ കരുതിയത് എന്ന് ട്രംപ് പറഞ്ഞു. ഞാൻ ആളുകളെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറായാണ് ഇതിൽ വരുന്നത്. ഞാൻ ആളുകളെ സുഖപ്പെടുത്താറുണ്ട് എന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരും അനുയായികളും പോലും ചിത്രത്തെ ദൈവനിന്ദ എന്ന് വിശേഷിപ്പിച്ചതോടെ തിങ്കളാഴ്ച രാവിലെ ചിത്രം അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ നീക്കം ചെയ്തിരുന്നു. എന്നാൽ താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കാൻ ഇതുവരെ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തുമ്പോൾ ട്രംപിന്റെ കൈകളിൽ മക്ഡൊണാൾഡ്സ് ഭക്ഷണപ്പൊതികൾ ഉണ്ടായിരുന്നത് ദൃശ്യങ്ങൾക്ക് കൗതുകം പകർന്നു. തീവ്ര ട്രംപ് അനുകൂലിയായ കോൺഗ്രസ് അംഗം മാർജോറി ടെയ്ലർ ഗ്രീൻ പോലും ഈ ചിത്രത്തെ കടുത്ത ഭാഷയിലായിരുന്നു വിമർശിച്ചത്. ഇത് വെറും ദൈവനിന്ദയല്ലെന്നും ഇതിന് പിന്നിൽ അന്തിക്രിസ്തുവിന്റെ സ്വഭാവമാണെന്നുമായിരുന്നു ഗ്രീൻ പ്രതികരിച്ചത്. മതവിശ്വാസികളെയും വലതുപക്ഷ അനുയായികളെയും ചിത്രം ഒരുപോലെ ചൊടിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി തങ്ങൾ വിശ്വസിക്കുന്ന സഭാതലവനെ, അതായത് മാർപ്പാപ്പയെ കടുത്ത ഭാഷയിൽ ട്രംപ് ആക്രമിച്ചത് സോഷ്യൽ മീഡിയയിൽ കത്തോലിക്ക വിഭാഗത്തെ ട്രംപിനെതിരെയാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയൊരു അവ്യക്തതയുമില്ല. മാർപ്പാപ്പയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വിദഗ്ധനായ മാസിമോ ഫാഗിയോളി റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പയസ് 12 മാർപ്പാപ്പയെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ജർമ്മനിയിലെയും ഇറ്റലിയിലെയും നേതാക്കൾ നടത്തിയ ശ്രമങ്ങളോടാണ് അദ്ദേഹം ഈ പരാമർശങ്ങളെ ഉപമിച്ചത്. പ്രസിദ്ധ വലതുപക്ഷ നിരീക്ഷകനായ മൈക്കൽ നോൾസ് ഉൾപ്പെടെയുള്ളവർ ചിത്രം ഉടൻ നീക്കം ചെയ്യാൻ ട്രംപിനോട് ആവശ്യപ്പെടുകയായിരുന്നു. രാഷ്ട്രീയമായും ആത്മീയമായും ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്തിനാണ് ഇത്തരമൊരു ചിത്രം പങ്കുവച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നും അല്പം വിനയം ട്രംപിന് നല്ലതാണെന്നും അത്ലറ്റ് റിലി ഗെയിൻസ് തുറന്നടിച്ചു. അതേസമയം വത്തിക്കാനിലെ ലിയോ 14 മാർപ്പാപ്പയുമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി ട്രംപ് കടുത്ത വാക്പോരിലാണ്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ സ്വീകരിച്ച നിലപാടുകളായിരുന്നു ട്രംപിനെ ചൊടിപ്പിച്ചത്. താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ മാർപ്പാപ്പ വത്തിക്കാനിൽ ഉണ്ടാകില്ലായിരുന്നു എന്നുവരെ ട്രംപ് പരിഹസിച്ച് സംസാരിച്ചത്. ഈ സംഭവവും വലിയ വിവാദമായിട്ടും മാർപ്പാപ്പയോട് ക്ഷമ ചോദിക്കാൻ ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. മാർപ്പാപ്പ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മൃദു സമീപനമുള്ളയാളാണെന്നും വിദേശ നയത്തിൽ പരാജയമാണെന്നുമായിരുന്നു ട്രംപ് ആക്ഷേപിച്ചത്. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതിനെ മാർപ്പാപ്പ പിന്തുണയ്ക്കുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും കത്തോലിക്ക വിശ്വാസികളുമായ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരെ ട്രംപിന്റെ ഈ നീക്കങ്ങൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. വത്തിക്കാനുമായുള്ള ബന്ധം വഷളാകുന്നത് തടയാൻ ഇവർ നേരിട്ടിടപെടണമെന്ന് സഭയുമായി ബന്ധപ്പെട്ടവർ ആവശ്യപ്പെടുന്നു. ട്രംപ് ഭരണകൂടത്തിലെ റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ അംഗമായ ബിഷപ്പ് റോബർട്ട് ബാരൺ ട്രംപിന്റെ പ്രസ്താവനകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. മാർപ്പാപ്പയെ അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം അനാദരവാണെന്നും ട്രംപ് ക്ഷമ ചോദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണകൂടത്തിലെ മുതിർന്ന കത്തോലിക്ക അംഗങ്ങൾ വത്തിക്കാൻ അധികൃതരുമായി ചർച്ച നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇറാൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച സൈനിക നീക്കങ്ങളെ മാർപ്പാപ്പ വിമർശിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം.
ആരെയും പേരെടുത്ത് പറയാതെയായിരുന്നു മാർപ്പാപ്പയുടെ വിമർശനം. എന്നാൽ ട്രംപ് ഇതിനെ വ്യക്തിപരമായ ആക്രമണമായി കണ്ട് തിരിച്ചു പ്രതികരിക്കുകയായിരുന്നു. ലോകത്ത് നിരപരാധികൾ കൊല്ലപ്പെടുകയാണെന്നും അത് തുറന്നു പറയാൻ താൻ ഭയപ്പെടുന്നില്ല എന്നും മാർപ്പാപ്പ തിരിച്ചടിച്ചു. ട്രംപിന്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും മുൻപ് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. താൻ സ്വർഗത്തിൽ പോകുമോ എന്ന കാര്യത്തിൽ തനിക്ക് തന്നെ ഉറപ്പില്ലെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മുൻപ്. ഈ പശ്ചാത്തലത്തിൽ തന്നെ യേശുവായി ചിത്രീകരിച്ചത് ഒരു രാഷ്ട്രീയ തന്ത്രമാണോ അതോ അബദ്ധമാണോ എന്ന ചർച്ച US രാഷ്ട്രീയത്തിൽ കൊഴുക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രസ്താവനകളെ മാർപ്പാപ്പ അപലപിക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി ഇനിയും ആഹ്വാനം മുഴക്കുമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. 70 വയസ്സുകാരനായ ലിയോ മാർപ്പാപ്പയായത് അദ്ദേഹം ഒരു അമേരിക്കക്കാരനായതുകൊണ്ട് മാത്രമാണെന്നും ഞാൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ അതിരുവിട്ട പ്രസ്താവനകളായിരുന്നു ട്രംപ് നടത്തിയത്. എനിക്ക് ലിയോ മാർപ്പാപ്പയോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ ട്രംപ് സംസാരിച്ചതും കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ വലിയ അവമതിപ്പിന് കാരണമായിരിക്കുകയാണ്. 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയുടെ തലവൻ ആണവായുധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം വെച്ചു കളിക്കുകയാണെന്നും ട്രംപ് ആക്ഷേപിച്ചു. ഇതൊക്കെ കത്തോലിക്കർക്കിടയിൽ അവരെ വലിയ രീതിയിൽ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ട്രംപ് നടത്തിയത്. ട്രംപ് മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇറാൻ ഈ പ്രതിഷേധങ്ങളെ രാഷ്ട്രീയമായി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ എക്സിൽ കുറിച്ചത്, പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ, അങ്ങേക്കെതിരെയുള്ള ഈ അധിക്ഷേപത്തെ മഹത്തായ ഇറാൻ ജനതയ്ക്ക് വേണ്ടി ഞാൻ അപലപിക്കുന്നു. സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രവാചകനായ യേശുവിനെ അവഹേളിക്കുന്നത് സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഒരാൾക്കും അംഗീകരിക്കാനാകില്ല. അങ്ങേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേരുന്നു എന്നായിരുന്നു മസൂദ് പെസഷ്ക്യാൻ കുറിച്ചത്. എന്തായാലും യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന ആ AI ചിത്രം ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും വിവാദങ്ങളും പൊട്ടിത്തെറികളും കെട്ടടങ്ങുന്നില്ല. ട്രംപ് മാർപ്പാപ്പയോട് മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. എന്നാൽ കൊടുമുടിയോളം ഈഗോ ഉള്ള ട്രംപ് അതിന് തയ്യാറാകാനും സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.